SDPIയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് ED. കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് SDPI നയമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ED പുറത്തുവിട്ടത്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ED പുറത്തുവിട്ടത്. പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധവും ED തുറന്നുകാട്ടി. PFIയുടെ കേരള ആസ്ഥാനമായിരുന്ന കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളാണ് ED പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുൾപ്പെടെ PFIയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് രേഖകളിൽ പറയുന്നു. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, SDPI PFI ബന്ധം അത് അവിടെ നിന്ന് തന്നെ പിടിച്ചെടുത്ത രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും എങ്ങനെ PFIയുടെ ആശയങ്ങൾ നടപ്പാക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ. വീണ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ജിഹാദി ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് SDPI എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെ വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിനകത്താണ് SDPI പോപ്പുലർ ഫ്രണ്ടും ഒന്നാണെന്നും ആന്തരികമായി ഇതൊരു ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി ഒരു സാമൂഹിക സംഘടനയുമാകാനാണ് SDPI ശ്രമിക്കുന്നത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല SDPIയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയന്ത്രിച്ചിരുന്നത് എന്നതിനെപ്പറ്റി ED വിശദമായി തന്നെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. മാത്രമല്ല SDPI സ്ഥാനാർത്ഥികളായി പലയിടത്തും മത്സരിച്ചിട്ടുള്ളത് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ചുമതലകൾ വഹിക്കുന്ന പല ഭീകരവാദികളും SDPI സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ED ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് SDPIയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൃത്യമായി തന്നെ എത്തിച്ചു നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനായി 61 കോടി രൂപയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഭാരതത്തിലേക്ക് എത്തുകയും അത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി PFI ഉപയോഗിക്കുകയും ചെയ്തത് നേരത്തെ തന്നെ ED കണ്ടെത്തുകയും അതിൻ്റെ തെളിവുകൾ കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യം കൂടി ഈ പുതിയ റിപ്പോർട്ടിനകത്തും ED ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഈ 61 കോടി രൂപ ലഭിച്ചതിൽ വലിയൊരു പങ്ക് SDPI പോലുള്ള സംഘടനകൾക്ക് പോപ്പുലർ ഫ്രണ്ട് നൽകിയിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ രാഷ്ട്രീയ സ്വഭാവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളെ രൂപീകരിക്കുന്നതിൽ ഉൾപ്പെടെ ഇത്തരം ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ SDPIയെ മുൻനിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ചില നീക്കങ്ങൾ നടത്തി എന്നാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഹമ്മദ് കുട്ടി ഫൈസിയുടെ അറസ്റ്റ് അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് SDPI എന്നത് ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് എന്ന വിശദീകരണം നൽകിക്കൊണ്ട് ഒരുപക്ഷെ അതിനെ ബാൻ ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കടക്കുന്നതിൻ്റെ ചില സൂചനകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ട നടപടിയാണ് ഇവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. വീണ. ഓക്കെ, ശരി ഗൗതം.